കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അണ്ടർ ആം റോൾ ഓൺസിനെ കുറിച്ചാണ്. അപ്പോൾ പല ടൈപ്പിലുള്ള അണ്ടർ ആം റോൾ ഓൺസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓർഡർ കൺട്രോളിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. സ്പെസിഫിക്കലി അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള പല ബ്രാൻഡ്സിൻ്റെയും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നോർമൽ അണ്ടർ ആം റോൾ ഓൺസ് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നിവ്യ, റെക്സോൺ എല്ലാ ബ്രാൻഡ്സിൻ്റെയും നമുക്ക് അവൈലബിൾ ആണ്. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിനെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൺട്രോളിന് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് അത് അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ കുറച്ചും കൂടി വേഴ്സൺ ആക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ നോർമലായിട്ടുള്ള ഒരു അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്തിട്ട് എനിക്ക് ചെറുതായിട്ട് അണ്ടർ ആം പിഗ്മെൻറ്റേഷൻ കൂടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ HA, BHA അങ്ങനത്തെ ആക്റ്റീവ്സ് അടങ്ങിയിട്ടുള്ള പിഗ്മെൻറ്റേഷന് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അണ്ടർ ആം റോൾ ഓൺസും കൂടി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനത്തെ തെരഞ്ഞു പിടിച്ച് നമുക്ക് എടുക്കേണ്ടതായിട്ട് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കുറേ കണ്ടിട്ടുള്ള 2 ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ബി ബോഡി വൈസ് അതേപോലെ കെമിസ്റ്റ് അറ്റ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ബ്രാൻഡ്സിൻ്റെയാണ്. മിനിമലിസ്റ്റിൻ്റെ ഉണ്ട്, പക്ഷെ ഞാൻ ബി ബോഡി വൈസിൻ്റെയും മിനിമലിസ്റ്റിനെയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 വേരിയൻറ്റ് ഞാൻ യൂസ് ചെയ്തു, പീച്ചും അതേപോലെ അക്വാ ഫ്രേഗ്രൻസും. ഈ പീച്ച് ഫ്രേഗ്രൻസ് എനിക്ക് സ്മെൽ വൈസ് എനിക്ക് അത്ര വർക്കായില്ല. കാരണം ഇതൊരു നമ്മൾ ചെറുപ്പത്തിൽ കപ്പ് സിറപ്പ് യൂസ് ചെയ്തിട്ടില്ലേ, അതിൻ്റെ സെയിം സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. എനിക്കിത് സ്മെൽ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അക്വാ ഫ്രേഗ്രൻസ് വളരെ മൈൽഡായിട്ടുള്ള നോർമൽ സ്മെല്ലാണ്. ഇത് അണ്ടർ ആം പിഗ്മെൻറ്റേഷനെ എത്ര കണ്ട് ഇഫക്റ്റീവ് ആക്കും എന്ന് പറയാനായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്യണം. ഏകദേശം ഇപ്പോൾ ഒരു 2.5 ബോട്ടിലായി. പക്ഷെ അത്ര കണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്പെസിഫിക്കലി അങ്ങനെ എടുത്തു പറയാനായിട്ട് ഇല്ല. അതിൻ്റെ ഒപ്പം നമ്മൾ കുറച്ചും കൂടി അണ്ടർ ആം കെയർ കുറച്ചും കൂടി കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, ഗ്ലൈക്കോളിക് ആസിഡ് അതൊന്ന് നമ്മുടെ റൂട്ടീനിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് പതുക്കെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നോക്കി വരുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് എന്തായാലും കാണാൻ പറ്റും. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.